എക്സലൻ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്ലാക്കിൻ്റെ പോൺ കിങ്ങിൻ്റെ സംരക്ഷണത്തോടു കൂടി ബി ഡി ഇ ജി എന്നീ ഫയലുകളിൽ എത്തിക്കുവാൻ സാധിച്ചാൽ വൈറ്റിന് നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിക്കും. ഈ പൊസിഷനിൽ വൈറ്റിന് എങ്ങനെ വിജയിക്കാം എന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ചെസ് ബോർഡിലെ പൊസിഷൻ ഒന്ന് പരിചയപ്പെടാം. വൈറ്റ് കിങ് A8, ക്യൂൻ H8, ബ്ലാക്ക് പോൺ D2, കിങ് E2. ഇങ്ങനെ ഒരു പൊസിഷൻ വരുന്ന സമയത്ത് വൈറ്റ് ചെയ്യേണ്ടത് വൈറ്റിൻ്റെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിനെ KD1 എന്ന ഒരു ഫോഴ്സ്ഡ് മൂവ് ഉണ്ടാക്കിക്കുകയും ബ്ലാക്കിൻ്റെ കിങ് KD1 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ വൈറ്റിൻ്റെ കിങ്ങിനെ ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെയും പോണിൻ്റെയും അടുത്തേക്ക് നീക്കം നടത്തുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ബ്ലാക്കിൻ്റെ കിങ് KD1 എന്ന നീക്കം നടത്തുന്നതിന് വേണ്ടി വൈറ്റ് ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ടെക്നിക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാം. ക്യൂൻ E5 ചെക്ക്, കിങ് F2, ക്യൂൻ D4 ചെക്ക്, കിങ് E2, ക്യൂൻ E4 ചെക്ക്, കിങ് F2, ക്യൂൻ D3, ക്യൂൻ D3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ ആക്രമിക്കുന്നു. കിങ് E1, ബ്ലാക്കിന് മറ്റു നീക്കങ്ങളൊന്നും നടത്തുവാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് KD1 എന്ന നീക്കം നടത്തേണ്ടി വരുന്നത്. ക്യൂൻ E3 പ്ലസ് ക്യൂൻ E3 എന്ന ചെക്ക് വയ്ക്കുന്ന സമയത്ത് ബ്ലാക്കിൻ്റെ കിങ് നിർബന്ധമായും KD1 എന്ന നീക്കം നടത്തേണ്ടി വരുന്നു. കിങ് D1. ഈ സാഹചര്യത്തിൽ ബ്ലാക്കിൻ്റെ പോണിന് മുൻപിലോട്ട് നീക്കം നടത്തുവാൻ സാധിക്കില്ല. അതുകൊണ്ട് വൈറ്റിൻ്റെ കിങ് ബ്ലാക്കിൻ്റെ പോണിൻ്റെ അടുത്തേക്ക് നീക്കം നടത്തുന്നു. കിങ് B7, കിങ് C2, ബ്ലാക്കിൻ്റെ കിങ് പോൺ പ്രൊമോഷൻ ചെയ്യുന്നതിന് വേണ്ടി പോണിൻ്റെ മുൻപിൽ നിന്നും മാറി നിൽക്കുന്നു. ക്യൂൻ E2, ബ്ലാക്കിൻ്റെ പോണിനെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് പിന്നിങ്ങിലാക്കുന്നു. കിങ് C1, ബ്ലാക്കിൻ്റെ കിങ് പിന്നിങ്ങിൽ നിന്നും മാറി നിൽക്കുന്നു. ക്യൂൻ C4 ചെക്ക്, കിങ് B2, ക്യൂൻ D3, ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ ആക്രമിക്കുന്നു. കിങ് C1, ക്യൂ C3 ചെക്ക്. ഈ സാഹചര്യത്തിൽ ബ്ലാക്കിൻ്റെ പോണിന് സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി നിർബന്ധമായും KD1 എന്ന നീക്കം നടത്തേണ്ടി വരുന്നു. കിങ് D1. ഇപ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് ഒരു കളം കൂടി മുൻപിലോട്ട് നീക്കുവാനുള്ള അവസരം ലഭിക്കുന്നു. കിങ് C6, കിങ് E2, പോണിൻ്റെ മുൻപിൽ നിന്നും കിങ്ങിനെ മാറ്റി നിർത്തുന്നു. ക്യൂൻ C2, ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് പോണിനെ പിൻ ചെയ്യുന്നു. കിങ് E1, ക്യൂൻ E4 ചെക്ക്, കിങ് F2, ക്യൂൻ D3, ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് പോണിനെ ആക്രമിക്കുന്നു. കിങ് E1, ക്യൂൻ E3 ചെക്ക്, ബ്ലാക്കിൻ്റെ കിങ് വീണ്ടും KD1 എന്ന നീക്കം നടത്തേണ്ടി വരുന്നു. കിങ് D1, കിങ് C5, വൈറ്റിൻ്റെ കിങ്ങിന് KC5 എന്ന നീക്കം നടത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നു. കിങ് C2, ക്യൂൻ E2, പോണിനെ പിന്നിങ്ങിലാക്കുന്നു. കിങ് C1, KC1 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിനെ സ്വതന്ത്രമാക്കുന്നു. ക്യൂൻ C4 ചെക്ക്, കിങ് B2, ക്യൂൻ D3, ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് പോണിനെ ആക്രമിക്കുന്നു. കിങ് C1, ക്യൂൻ C3 ചെക്ക്, കിങ് D1. ഇപ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് ഒരു നീക്കം നടത്തുവാനുള്ള അവസരം ലഭിക്കുന്നു. കിങ് D4, കിങ് E2, ക്യൂൻ D3 ചെക്ക്, കിങ് E1, ക്യൂൻ E3 ചെക്ക്, കിങ് D1. ഇപ്പോൾ KC3 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിനെ കിങ് ഉപയോഗിച്ചുകൊണ്ട് കൂടി ആക്രമിക്കുവാനുള്ള അവസരം ലഭിക്കുന്നു. കിങ് C3, കിങ് C1, ക്യൂൻ ക്രോസ് D2 ചെക്ക്, കിങ് B1, ക്യൂൻ B2 പ്ലസ് ചെക്ക് മേറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ബി ഡി ഇ ജി എന്നീ ഫയലുകളിൽ ബ്ലാക്കിൻ്റെ പോൺ കിങ്ങിൻ്റെ സംരക്ഷണത്തോടെ എത്തിക്കുവാൻ സാധിച്ചാൽ ക്യൂനും കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വൈറ്റിൻ്റെ കിങ്ങും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ബ്ലാക്കിൻ്റെ കിങ്ങിനെ
ചെക്ക് മേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.